നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുകയാണ്. നമുക്ക് ആദ്യം മലയാള മനോരമയിലേക്ക് കടക്കാം. ഇതാണ് ഇന്നത്തെ മലയാള മനോരമയുടെ ഒന്നാം പേജ്. ഇതിലെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ടോപ്പ് ബാറായിട്ട് കൊടുത്തത് പൂർണ്ണ വിഴിഞ്ഞം 2028 മുഖ്യമന്ത്രി എന്ന വാർത്തയാണ്. അതായത് ആദ്യ മദർഷിപ്പിന് സ്വീകരണം നൽകുന്നു. ഒക്ടോബറിൽ അടുത്ത ഘട്ടം നിർമ്മാണം എന്ന് അദാനി പറയുന്നു. തിരുവനന്തപുരം പ്രതീക്ഷിച്ചതിനേക്കാൾ 17 വർഷം മുൻപ് വിഴിഞ്ഞം തുറമുഖം പൂർണ്ണ സജ്ജമാവുമെന്നും 2028 4 ഘട്ടങ്ങളും പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. പരിസ്ഥിതി അനുമതി ഉൾപ്പെടെയുള്ളവ ലഭിച്ചാൽ ഈ വർഷം ഒക്ടോബറിൽ തന്നെ അടുത്ത ഘട്ടങ്ങളുടെ നിർമ്മാണം തുടങ്ങുമെന്ന് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനിയും പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്ത് കണ്ടെയ്നറുകളുമായി എത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് സ്വീകരണം നൽകുന്ന സമ്മേളനത്തിലായിരുന്നു ഇരുവരുടെയും പ്രഖ്യാപനം. 5500 തൊഴിലവസരങ്ങൾ പകുതി വിഴിഞ്ഞത്തിന് എന്ന ഒരു ബോക്സ് സ്റ്റോറി കൂടി കൊടുത്തിട്ടുണ്ട്. ഈ തുറമുഖം വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതോടെ 5500ഓളം തൊഴിലവസരങ്ങൾ ഉണ്ടാവും. അതിൽ പകുതിയും വിഴിഞ്ഞം നിവാസികൾക്കായിരിക്കും എന്ന ഒരു വാർത്ത കൂടി മനോരമ ബോക്സ് സ്റ്റോറിയായി കൊടുത്തിരിക്കുന്നു. മറ്റൊന്ന് ടോപ്പില് ഒരു സിംഗിൾ കോളം ആണെങ്കിലും പ്രധാനപ്പെട്ട വാർത്തയാണ്. സർക്കാരിന്റെ പട്ടിക ഗവർണർ തള്ളി. ഡോക്ടർ പി രവീന്ദ്രനെ കാലിക്കറ്റ് VC ചുമതല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ഗവർണർ ഡോക്ടർ പി രവീന്ദ്രനെ സർക്കാരിന്റെ പാനൽ തള്ളിക്കൊണ്ട് നിയമനം നൽകി. കാലിക്കറ്റ് സർവകലാശാല കെമിസ്ട്രി വിഭാഗം പ്രൊഫസറും മുൻ സയൻസ് ഡീനുമായ ഡോക്ടർ പി രവീന്ദ്രന് VCയുടെ ചുമതല നൽകി. ചാൻസലർ കൂടിയായ ഗവർണർ ഉത്തരവിട്ടു. ഡോക്ടർ MK ജയരാജ് VC സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന ഒഴിവിലാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ VCയെ നിയമിക്കുന്നതിന് സർക്കാർ 3 അംഗ പാനൽ നൽകിയിരുന്നു. കാലിക്കറ്റ് സർവകലാശാല ഫിസിക്സ് പ്രൊഫസർ ഡോക്ടർ PP പ്രദ്യുമ്നൻ, കേരള സർവകലാശാലയിലെ ഹിന്ദി പ്രൊഫസർ ഡോക്ടർ ജയചന്ദ്രൻ, ഇംഗ്ലീഷ് പ്രൊഫസർ ഡോക്ടർ ബീന T പിള്ള എന്നിവരുടെ പേരുകളാണ് മന്ത്രി R ബിന്ദു ഗവർണർക്ക് നൽകിയിരുന്നത്. VC നിയമനങ്ങളിൽ സർക്കാർ ഇടപെടൽ പാടില്ലെന്ന സുപ്രീം കോടതി വിധി നിലനിൽക്കെയാണ് മന്ത്രി വീണ്ടും ഗവർണർക്ക് പാനൽ സമർപ്പിച്ചത്. ഗവർണർ അത് തള്ളുകയും തന്റെ നോമിനിയായ ഡോക്ടർ പി രവീന്ദ്രന് കാലിക്കറ്റ് VCയുടെ ചുമതല നൽകുകയും ചെയ്തു. ഓക്കെ, പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട മെയിൻ സ്റ്റോറിയായി കൊടുത്തത് ഇത് മലയാള മനോരമക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ധൈര്യമാണ്. കാരണം ഒരു വളരെ സോഫ്റ്റായ അതേസമയം വളരെ കൗതുകകരമായ ഒരുപക്ഷെ എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ വായിക്കുന്ന ഒരു സ്റ്റോറിയാണ് മനോരമ അതിന്റെ മെയിൻ സ്റ്റോറിയായി കൊടുത്തത്. അയ്യോ ബോംബ് അല്ല നിധി. വളരെ കൗതുകകരമായ വായനക്കാരനെ പെട്ടെന്ന് ആകർഷിക്കുന്ന തലക്കെട്ട് അയ്യോ ബോംബ്. കാരണം നമുക്കറിയാം ബോംബുകളുടെ കാലമാണല്ലോ. പറമ്പ് കളയ്ക്കുമ്പോഴും അല്ലെങ്കിൽ റോഡിലൂടെ നടന്നു പോകുമ്പോഴും ഒക്കെ കണ്ണൂർ മേഖലയിലൊക്കെ ബോംബുകൾ കിട്ടിയെന്നും ബോംബുകൾ പൊട്ടിത്തെറിച്ചു എന്നൊക്കെയുള്ള വാർത്ത നമ്മൾ നിത്യേന കേൾക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് അയ്യോ ബോംബ് അല്ല, പിന്നെ എന്താണ്, നിധിയാണ്. എന്താ സംഭവം നോക്കാം. കണ്ണൂരിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നിധി കുംഭം ലഭിച്ചത് ജോലിക്കിടെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. അതായത് ശ്രീകണ്ഠാപുരത്താണ് കേട്ടോ കണ്ണൂർ. ബോംബെന്ന് കരുതി പേടിച്ചാണ് അവർ ആ പാത്രം വലിച്ചെറിഞ്ഞത്. പക്ഷേ ഏറിൽ പാത്രം പൊട്ടിയപ്പോൾ പുറത്തു വന്നത് നിധി കൂമ്പാരം. 17 മുത്തുമണികൾ, 13 സ്വർണപ്പതക്കങ്ങൾ, കാശുമാലയുടെ ഭാഗമെന്ന് കരുതുന്ന 4 പതക്കങ്ങൾ, പഴയകാലത്തെ 5 മോതിരങ്ങൾ, ഒരു സെറ്റ് കമ്മൽ, ഒട്ടേറെ വെള്ളി നാണയങ്ങൾ. കിട്ടിയ നിധി എന്ത് ചെയ്യണമെന്നതിലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സംശയമുണ്ടായിരുന്നില്ല. പഞ്ചായത്തിൽ അറിയിച്ച് അവർ അത് പോലീസിന് കൈമാറി. കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ പതിപ്പായി ഗവൺമെന്റ് LP സ്കൂളിനടുത്ത് സ്വകാര്യ ഭൂമിയിൽ മഴക്കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് ചോലോറ സുലോചനയുടെ നേതൃത്വത്തിലുള്ള 18 തൊഴിലാളികൾക്ക് ഈ നിധി ലഭിച്ചത്. സാധാരണ ഇത്തരത്തിലുള്ള നിധി ലഭിച്ചാൽ എന്ത് ചെയ്യണം എന്നുകൂടി മനോരമ പറഞ്ഞു വെക്കുന്നു. പലർക്കും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നിധി കിട്ടിയാൽ 1968 കേരള ട്രഷർ പ്രോ ആക്ട് പ്രകാരം ആണ് നിധി ഏറ്റെടുക്കുന്നത്. ജില്ലാ കലക്ടറും റവന്യൂ വകുപ്പുമാണ് ഇത്തരം വസ്തുക്കളുടെ അധികാരികൾ. അവർ റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് പുരാവസ്തു വകുപ്പ് കാലപ്പഴക്കവും മറ്റും നിർണ്ണയിക്കും. ഏറ്റെടുത്ത് സൂക്ഷിക്കേണ്ട പ്രാധാന്യമുണ്ടെങ്കിൽ കലക്ടറുടെ അനുമതിയോടെ അവർ ഏറ്റെടുക്കും. ഇതാണ് ഈ പറയുന്ന നിധികളൊക്കെ കണ്ടെത്തിയാൽ ചെയ്യുന്ന നടപടിക്രമങ്ങൾ. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അടിയന്തരാവസ്ഥയുടെ ഓർമ്മപ്പെടുത്തലായി ജൂൺ 25 ഭരണഘടന ഹത്യാ ദിനം. ഇനി മുതൽ എല്ലാ വർഷവും ജൂൺ 25 ഭരണഘടന ഹത്യ ദിനമായി ഭരണഘടനയെ കൊല ചെയ്യപ്പെട്ടതിന്റെ ഓർമ്മ, ആ ദുരന്ത സ്മരണ അല്ലെങ്കിൽ ആ ഭീകര സ്മരണ
നിലനിർത്തുന്നതിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഇനി ഇന്ത്യയിൽ ഉണ്ടാവരുത് എന്നുള്ളൊരു മുന്നറിയിപ്പുമായി എല്ലാ ജൂൺ 25-നും ഭരണഘടന ഹത്യാ ദിനം നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് കിട്ടിയ അടിയാണ്. കാരണം കോൺഗ്രസ് കുറെ കാലമായി ഇപ്പം ഭരണഘടനയും പൊന്തിച്ചു പിടിച്ചുകൊണ്ട് ഭരണഘടന ആകെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് മാത്രമല്ല കേട്ടോ, CPM എന്ന് പറയുന്ന പ്രതിപക്ഷം, അതായത് ഭരിക്കുന്ന ഭരണത്തിലുള്ള BJP-കാർക്ക് ഭരണഘടനയെ എന്താ പറയാ, അവർ ഭരണഘടന പൊളിച്ചെഴുതാൻ പോവുകയാണ്. നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ ഭരിക്കുന്നു. ഇവിടെ ഭരണഘടന ഒന്നും പൊളിച്ചെഴുതിയിട്ടില്ല. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് വെറുതെ അനാവശ്യമായ ഭീതി സൃഷ്ടിക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ. ഇതാ നരേന്ദ്രമോദി ഭരണഘടന പൊളിച്ചെഴുതാൻ പോകുന്നു, ഭരണഘടന അട്ടിമറിക്കാൻ പോകുന്നു. അതിൽ ഭരണഘടന ഇവിടെ അട്ടിമറിച്ചതാരാണ്? ഇവിടെ അട്ടിമറിച്ചത് കോൺഗ്രസ് സർക്കാരാണ്, ഇന്ദിരാഗാന്ധിയാണ് ഭരണഘടന അട്ടിമറിക്കുകയും അതിൽ നിരവധി നിയമങ്ങൾ പൊളിച്ചെഴുതുകയും ഭരണഘടനയിലെ വ്യവസ്ഥകളെല്ലാം ലംഘിക്കുകയും ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. ആ ദുരന്ത സ്മരണ അല്ലെങ്കിൽ ആ ഭീകര സ്മരണ എല്ലാ വർഷവും നമുക്ക് അവരക്കേണ്ടിയിരിക്കുന്നു എന്ന് നല്ല തീരുമാനമാണ്. അതിങ്ങനെയാണ് പറയുന്നത്: അടിയന്തരാവസ്ഥയുടെ ദിനങ്ങൾ ഓർമ്മിപ്പിച്ച് ജൂൺ 25 ഭരണഘടന ഹത്യാ ദിനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഭരണഘടനാ സംരക്ഷണത്തെ ചൊല്ലി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നിര പോര് തുടരുകയാണ്. കോൺഗ്രസിനെ രാഷ്ട്രീയമായി ഉന്നമിട്ടിട്ടുള്ള കേന്ദ്ര നടപടി. അപ്പോൾ പ്രതിപക്ഷ നിര പോര് തുടരവെയാണ് ഈ പ്രതിപക്ഷത്തെ ഉന്നമിട്ടിട്ടുള്ള സർക്കാരിന്റെ ഈ നടപടി. 1975-ലെ അടിയന്തരാവസ്ഥ കാലത്തെ മനുഷ്യത്വരഹിതമായ നടപടികൾ അതിജീവിച്ചവരുടെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂൺ 25-ന് ഭരണഘടന ഹത്യാ ദിനമായി ആചരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ച ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ നടപടി രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ശ്വാസം മുട്ടിച്ചു. സർക്കാരിന്റെ ക്രൂരതകൾ നേരിട്ടിട്ടും ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ പോരാടിയ ലക്ഷക്കണക്കിന് ആളുകളെ ആദരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ തീരുമാനമെന്നും അമിത്ഷാ പറഞ്ഞു. പിന്നീട് മലയാള മനോരമയുടെ 1-ാം പേജിലുള്ളത് ഒരു വിവാഹ പടമാണ്. ഒരു പക്ഷേ വളരെ കൗതുകത്തോടെ വായനക്കാരൊക്കെ കാത്തിരിക്കുന്ന ഒരു വിവാഹ പടം. അവർക്കൊന്നും ആ വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യമില്ല. പക്ഷേ ഈ ചിത്രങ്ങൾ കണ്ട് അവർക്ക് ആനന്ദമടയാം. ആ വധൂവരന്മാരുടെ ആഭരണങ്ങളെക്കുറിച്ച്, അവരുടെ വസ്ത്രങ്ങളെക്കുറിച്ച് ഒക്കെ അവർക്ക് ചർച്ച ചെയ്യാം, അത് ആസ്വദിക്കുകയൊക്കെ ചെയ്യാം. ആരുടെ വിവാഹം എന്ന് വെച്ചാൽ ആഘോഷ കല്യാണം എന്നാണ് ഇതിന്റെ ഒരു ക്യാച്ച് ലൈൻ കൊടുത്തത്. റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ അനന്ത് അംബാനിയും വധു രാധിക മെർച്ചന്റും മുംബൈ ബാന്ദ്ര കുർള കോംപ്ലക്സിലെ ജിയോ വേൾഡ് സെന്ററിൽ നടന്ന വിവാഹ ചടങ്ങിൽ ഇന്നലെയായിരുന്നു മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയും രാധിക മെർച്ചന്റും തമ്മിലുള്ള ഇവർ പ്രണയബദ്ധരായിരുന്നു കുറെ കാലം. അങ്ങനെ ഇവരുടെ വിവാഹം ഇന്നലെയായിരുന്നു. ഇതാ ആ പടമാണ് ഏറ്റവും പ്രാധാന്യത്തോടെ മനോരമ 1-ാം പേജിൽ കൊടുത്തത്. പിന്നെ അതിന്റെ താഴെ കേരളം വീണ്ടും 1-ാമത്. ഇങ്ങനെയൊക്കെ ആയിട്ടും കേരളം ചില കാര്യങ്ങളൊക്കെ 1-ാം സ്ഥാനത്ത് എത്തുന്നു. അതെന്തിനാന്ന് വെച്ചാലേ, നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ കേരളം തുടർച്ചയായ 4-ാം തവണയും 1-ാമത്. അതെന്താന്ന് വെച്ചാൽ പട്ടിണി ഇല്ലാതാക്കൽ, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ഊർജം എന്നീ വികസന മാനദണ്ഡങ്ങളിലാണ് ഈ ഒരു അവാർഡ് കേരളത്തിന് ലഭിക്കുന്നത്. എന്നീ മാനദണ്ഡങ്ങളിൽ കേരളം 1-ാമതാണ്. സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള സൂചിക 2018-19 മുതലാണ് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. ആ വർഷം മുതൽ കേരളം 1-ാം സ്ഥാനത്താണ്. ദേശീയ ശരാശരി 71 ദേശീയ ശരാശരി 71 പക്ഷെ കേരളത്തിന് 79 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദേശീയ ശരാശരിയേക്കാൾ 8 പോയിന്റ് കൂടുതലാണ് കേരളത്തിന് കിട്ടിയത്. കേരളത്തിന് തൊട്ടു പിന്നില് തമിഴ്നാടുണ്ട്. തമിഴ്നാടിന് 78 പോയിന്റ്. കേരളത്തിന് തൊട്ട് പിന്നിൽ തന്നെ തമിഴ്നാടുണ്ട്. പിന്നീട് ഉള്ളത് ഗോവയാണ്. അതാണ് 2-3 സ്ഥാനങ്ങൾ. ബീഹാറാണ് ഏറ്റവും പിന്നിൽ. ബീഹാറിന് 57 പോയിന്റ് ആണ്. ഇത്രയുമാണ് മലയാള മനോരമയുടെ 1-ാം പേജ്. ഒരു സ്റ്റോറി കൂടിയുണ്ട്. ED കേസിൽ കെജ്രിവാളിന് ജാമ്യം. CBI കേസ് ഉള്ളതിനാൽ ജയിലിൽ തുടരണം. അപ്പൊ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനൊന്നും പറ്റില്ല. പക്ഷേ ED കേസിൽ കെജ്രിവാളിന് ജാമ്യമുണ്ട്. അപ്പോൾ ഇത്രയാണ് മലയാള മനോരമയുടെ 1-ാം പേജ്. ഇനി നമുക്ക് ഉള്ളിലെ പേജിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയി വരാം. കല്ലായിപ്പുഴയുടെ പതിവ് പോലെ കല്ലായിപ്പുഴയെ കുറിച്ചുള്ള ഒരു വലിയ സ്റ്റോറി ഇന്നും മനോരമ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: കണ്ണിറഞ്ഞ് മുത്താച്ചിക്കൊണ്ട് കല്ലായിപ്പുഴയുടെ അമ്മ. കല്ലായിപ്പുഴയുടെ അമ്മ എന്ന് നമ്മൾ വിളിക്കുന്നതാണ് മുത്താച്ചിക്കുണ്ടിനെ. അതേപോലെ തന്നെ ചെളി നിറഞ്ഞ മാമ്പുഴ അനിയത്തി. കല്ലായിപ്പുഴയുടെ അനിയത്തിയാണ് മാമ്പുഴ. മലയാള മനോരമയുടെ വളരെ പോയറ്റിക്കായ അതിന്റെ തലക്കെട്ട്. അതിൽ പറയുന്നു, കല്ലായിപ്പുഴ ഉത്ഭവിക്കുന്ന മുത്താച്ചിക്കുണ്ടും കൈവഴിയായ മാമ്പുഴയും കയ്യേറ്റങ്ങൾ മൂലം നാശത്തിലേക്ക്. അപ്പൊ കല്ലായിപ്പുഴ മാത്രമല്ല, കല്ലായിപ്പുഴയുടെ ഉത്ഭവസ്ഥാനവും കല്ലായിപ്പുഴയുടെ അനിയത്തിയായി കരുതുന്ന അതിന്റെ കൈവഴിയായ മാമ്പുഴയും നാശത്തിലേക്ക് പതിക്കുകയാണ് എന്ന് പറയുന്ന അതിനോടനുബന്ധിച്ചുള്ള സ്റ്റോറിയാണ് കൊടുത്തത്. പഠനങ്ങൾ വേണ്ടുവോളമുണ്ട്. പക്ഷേ ഒന്നും ഫലപ്രാപ്തിയിലെത്തുന്നില്ല. മെഡിക്കൽ കോളേജിൽ കേന്ദ്രീകൃത OP വരുന്നു. ഇനി എല്ലാ OPകളും ഒരു കുടക്കീഴിൽ, അങ്ങനെ ഒരു
ഒരു പ്രത്യേകത കൂടി മെഡിക്കൽ കോളേജിൽ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ 3-ാം പേജിൽ ഒരു വാർത്ത, പന്തീരങ്കാവിൽ നവവധുവിന് മർദ്ദനം, കുറ്റപത്രം സമർപ്പിച്ചു. നമുക്കറിയില്ല പന്തീരങ്കാവിലെ നവവധുവിനെ, അതായത് വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിയും മുമ്പ് തന്നെ ഭർത്താവിന്റെ ക്രൂരമർദ്ദനമേറ്റ് കവിളുകളും ചുണ്ടും ഒക്കെ പൊട്ടി ബാത്റൂമിൽ തള്ളിയിട്ട് നടുവൊടിഞ്ഞ് അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയുടെ കഥ നമ്മൾ ഏതാനും ആഴ്ചകളായി അല്ലെങ്കിൽ ഏതാനും മാസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നു. അവസാനം എന്താ സംഭവിച്ചാൽ വീട്ടുകാർ അച്ഛനും മറ്റു വീട്ടുകാരായിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് ഈ പെൺകുട്ടിയുടെ വീട് കാഴ്ച എന്ന് പറയുന്ന ചടങ്ങിന് എത്തിയപ്പോഴാണ് മനസ്സിലായത് തന്റെ മകൾ ഇത്രയും ക്രൂരമായ പീഡനത്തിന് ഇരയായി എന്ന് മനസ്സിലായത്. അങ്ങനെയാണ് ഈ പിതാവ് പോലീസിൽ കേസ് കൊടുക്കുന്നത്. അങ്ങനെ കേസായി. ഭർത്താവിനും 5, അതായത് ഈ ഭർത്താവിനെ കേസിൽ നിന്ന് തടിയൂരാനൊക്കെ ശ്രമിച്ച പോലീസുകാരുണ്ടായിരുന്നു, ഭർത്താവിന്റെ സുഹൃത്തുണ്ടായിരുന്നു. അങ്ങനെ ഈ ഭർത്താവിന്റെ ഈ പറയുന്ന തോന്നിവാസങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ക്രൂരതകൾക്കൊക്കെ കുടപിടിച്ച അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ അമ്മയും ഭർത്താവിന്റെ സഹോദരി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർക്കൊക്കെ എതിരെ കേസൊക്കെ എടുത്തിരുന്നു. അവസാനം ഈ പെൺകുട്ടി കൂറുമാറി. പെൺകുട്ടി പറഞ്ഞു, എനിക്ക് പരാതിയൊന്നുമില്ല, എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോട്ടെ, ഭർത്താവല്ലേ, അടിച്ചോട്ടെ. എന്ത് ചെയ്യാനാണ് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഇങ്ങനെ വാക്ക് മാറിക്കഴിഞ്ഞാൽ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. ഈ പെൺകുട്ടി മജിസ്ട്രേറ്റിന് മുമ്പിൽ 164 സത്യവാങ്മൂലമൊക്കെ നൽകിയതാണ്, ഭർത്താവ് ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന്. അവസാനം പെൺകുട്ടി വന്ന് പറയുന്നു, എനിക്കൊരു പരാതിയില്ല, ഭർത്താവ് പീഡിപ്പിച്ചിട്ടില്ല. പണ്ട് എനിക്ക് ഓർമ്മ വരുന്നു, പണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് എന്താ പറയാ, നമ്മളെ NP മുഹമ്മദ് പറഞ്ഞ കഥയുണ്ട്. NP മുഹമ്മദ് എന്ന കേരളത്തിൽ എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു കുറെ കാലം. അപ്പം വൈകുന്നേരത്തെ എഡിറ്റോറിയൽ മീറ്റിംഗിൽ എപ്പോഴും ഈ NP മുഹമ്മദിന്റെ ചില അനുഭവങ്ങൾ വളരെ രസകരമായ നർമ്മം കലർത്തി NP മുഹമ്മദ് പറയാറുണ്ട്. അപ്പം പറയുന്നത്, ഈ പണ്ടത്തെ ഭാര്യമാരൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ എന്നും ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് മുതുകത്ത് 4 ഇടി കിട്ടിയാലേ ഇവർക്കൊക്കെ സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് 4-5 എണ്ണം ഇടികൾ കിട്ടിക്കഴിഞ്ഞാലേ ഭാര്യമാർക്ക് ഉറക്കം വരൂ എന്ന് പറഞ്ഞൊരു സംഭവം. എന്ന് പറഞ്ഞാൽ ഈ ഭർത്താക്കന്മാർ ഭാര്യമാരെ മർദ്ദിക്കുക എന്നുള്ളത് ഒരു സ്ഥിരം സംഭവമാണ് എന്ന് വളരെ നർമ്മത്തിൽ പൊതിഞ്ഞ് NP പറഞ്ഞ് ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പം ഈ പെൺകുട്ടി അവസാനം കാലുമാറി. പെൺകുട്ടി പറഞ്ഞു, എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ നമ്മുടെ നിയമ സംവിധാനം അനുസരിച്ച് പോലീസ് എന്ത് ചെയ്തിരിക്കുന്നു? പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അതാണ് വാർത്ത. പന്തീരങ്കാവിൽ നവവധുവിന് മർദ്ദനം, കുറ്റപത്രം സമർപ്പിച്ചു. 1-ാം പ്രതി ഭർത്താവ് രാഹുലിനെതിരെ ചുമത്തിയത് കൊലപാതക ശ്രമത്തിനുള്ള വകുപ്പാണ്. യഥാർത്ഥത്തിൽ ആദ്യം ഇത് ഗാർഹിക പീഡനത്തിലുള്ള വകുപ്പ് മാത്രമായിരുന്നു പന്തീരങ്കാവ് പോലീസ് ചുമത്തിയിരുന്നത്. അവസാനം അത് ശരിയല്ല എന്ന് പറയുകയും വധശ്രമത്തിന് കേസെടുക്കുകയും ചെയ്തു. ഇതിന്റെ തുടക്കം ഇങ്ങനെയാണ്. പന്തീരങ്കാവിൽ നവവധുവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഭർത്താവ് രാഹുൽ P. ഗോപാൽ ഉൾപ്പെടെ 5 പേർക്കെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് കമ്മീഷണർ സാജു K. എബ്രഹാം കുറ്റപത്രം സമർപ്പിച്ചു. 1-ാം പ്രതി രാഹുലിനെതിരെ കൊലപാതക ശ്രമത്തിനും 2-ാം പ്രതിയും രാഹുലിന്റെ അമ്മയുമായ പന്തീരങ്കാവ് പന്നിയൂർക്കുളം സ്വദേശി ഉഷാകുമാരി, 3-ാം പ്രതിയും രാഹുലിന്റെ സഹോദരിയുമായ കാർത്തിക എന്നിവർക്കെതിരെ ഗാർഹിക പീഡനത്തിനും പിന്നെ സീനിയർ പോലീസ് ഓഫീസർ KT ശരത്ലാൽ, 1-ാം പ്രതിയുടെ സുഹൃത്തും ഡ്രൈവറുമായ മാങ്കാവ് കൊമ്മേരി കച്ചേരിക്കുന്ന് സ്വദേശി രാജേഷ് എന്നിവർക്കെതിരെ 1-ാം പ്രതിക്ക് സഹായം ചെയ്തു എന്ന വകുപ്പുകളിലുമാണ് കുറ്റപത്രം. രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഇയാൾ മറ്റൊരു വിവാഹം കഴിച്ചതായും സൂചിപ്പിച്ചിട്ടുണ്ട്. 1112 പേജുള്ള കുറ്റപത്രം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് സമർപ്പിച്ചത്. കഴിഞ്ഞ മെയ് 5-നായിരുന്നു ഇവരുടെ വിവാഹമായ ശേഷം 13-ന് ഭർത്തു വീട്ടിൽ ചടങ്ങിനെത്തിയപ്പോഴാണ് യുവതിയുടെ ശരീരത്തിലെ പരിക്കുകൾ ബന്ധുക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെയാണ് അവർ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ പോലീസിൽ പരാതി നൽകിയത്. ഗാർഹിക പീഡനത്തിന് മാത്രം കേസെടുത്ത പോലീസിനെതിരെ യുവതിയും ബന്ധുക്കളും ആരോപണം ഉന്നയിച്ചതോടെ ഇൻസ്പെക്ടർ AS സരിനെ IG K. സേതുരാമൻ സസ്പെൻഡ് ചെയ്തു. പ്രതിക്ക് രക്ഷപ്പെടാൻ സൗകര്യമൊരുക്കിയതിനാണ് ഈ ശരത്ലാലിനെയും രാജേഷ് എന്നിവർക്കെതിരെ കേസെടുത്തത്. രാഹുൽ ഒഴികെ മറ്റ് 4 പ്രതികളെയും ഒരു മാസത്തിനുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്തു. രാഹുൽ വിദേശത്തേക്ക് കടന്നെന്ന കണ്ടെത്തലിൽ ഇയാളെ നാട്ടിലെത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് നടപടി പൂർത്തിയാക്കി. പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് യുവതി കോടതി മുൻപാകെ രഹസ്യമൊഴിയും നൽകിയിരുന്നു. അവസാനമാണ് വീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് രാഹുലിനെതിരെ പീഡന പരാതി നൽകിയതെന്ന് യുവതി സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് കേസാകെ കേസിന് ഒരു പരിണാമ ഗുസ്തിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്. ഈ പെൺകുട്ടി തന്റെ വീട്ടുകാരെ ആകെ നാണക്കേടിലാക്കി. തന്നെ ഭർത്താവ് മർദ്ദിച്ചിട്ടൊന്നുമില്ല, ഇത് വീട്ടുകാരാണ് പറഞ്ഞുണ്ടാക്കിയെന്നാണ് ഈ യുവതി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ രാഹുലിന്റെ ഭീഷണിയെ തുടർന്ന് ഇത്തരത്തിൽ മൊഴി മാറ്റിയതെന്നും മകളെ തടങ്കലിൽ വെച്ചെന്നും എറണാകുളം വടക്കേക്കര പോലീസിൽ പരാതി നൽകി. അതിനുശേഷം ഈ യുവതിയെ ഡൽഹിയിലാണ് ഈ യുവതി ജോലി ചെയ്യുന്നത്, ഡൽഹിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് യുവതി പറഞ്ഞു, ഞാൻ പറയുന്നതെന്ന് ഉറച്ചു നിൽക്കുന്നു, ഭർത്താവ് എന്നെ മർദ്ദിച്ചിട്ടൊന്നുമില്ല. അന്വേഷണത്തിൽ യുവതിയെ ഡൽഹിയിൽ നിന്ന് പോലീസ് എറണാകുളത്ത് എത്തിച്ചു. കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി. യുവതി സുഹൃത്തുക്കൾക്കൊപ്പം പോകാൻ താല്പര്യം അറിയിച്ചതിനെ തുടർന്ന് കോടതി വിട്ടയച്ചു. അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പം ഈ സ്ത്രീപീഡന കേസുകളിലൊക്കെ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൂടി സംഭവിക്കുന്നുണ്ട്. അവസാനം ഈ പ്രതിക്ക് വേണ്ടി വാദി തന്നെ
പക്ഷം ചേരുന്ന ഒരു ഭാഗം ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഏതായാലും ആ വാർത്ത നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഉള്ളിലെ മറ്റു പേജുകൾ. തൊഴിൽ നികുതി കുത്തനെ കൂട്ടി എന്നൊരു വാർത്തയുണ്ട്. അത് ഉള്ളിലെ പേജിലാണ് കൊടുത്തത്. അതിൽ ഒന്നാം പേജ് കൊടുക്കേണ്ട ഒരു വാർത്തയാണ്. തൊഴിൽ നികുതി കുത്തനെ കൂട്ടി. അതായത് ഒക്ടോബർ 1 മുതൽ പ്രാബല്യം. തദ്ദേശ സ്ഥാപനങ്ങൾ പിരിക്കുന്ന തൊഴിൽ നികുതിയുടെ, അതായത് പ്രൊഫഷണൽ ടാക്സ് സ്ലാബുകൾ സംസ്ഥാന സർക്കാർ കുത്തനെ കൂട്ടി. ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. കുറഞ്ഞ ശമ്പളമുള്ളവർക്ക് നികുതി പകരം കൂടുന്ന തരത്തിലാണ് പരിഷ്കരണം. 6 മാസത്തെ അടിസ്ഥാന ശമ്പളവും DAയും ചേർന്ന വരുമാനം അടിസ്ഥാനമാക്കി വർഷത്തിൽ 2 തവണയാണ് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും അംഗീകൃത തൊഴിലാളികളിൽ നിന്നും സ്ഥാപനങ്ങൾ വഴി നഗരസഭകളും പഞ്ചായത്തുകളും തൊഴിൽ നികുതി പിരിക്കുന്നത്. അതായത് ഇപ്പം 120 രൂപ നികുതി 320 രൂപയാക്കി. മൂന്ന് ഇരട്ടിയാണ് വർദ്ധിച്ചത്. അതേപോലെ തന്നെ 180 രൂപ ഉള്ളത് 450 രൂപയാക്കി, 300 രൂപയുള്ളത് 600 രൂപയാക്കി. അങ്ങനെ വിവിധ സ്ലാബുകളില് വൻ വർധനയാണ് വരുത്തിയിരിക്കുന്നത്. മറ്റ് ഒരു വാർത്ത, മറിയക്കുട്ടിക്ക് ഇന്ദിരാഭവനം. നമ്മുടെ മറിയക്കുട്ടിയെ ഓർമ്മണ്ടല്ലോ, ഈ പിച്ചച്ചട്ടിയുമായി ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയപ്പോൾ പിച്ച തണ്ടാൻ ഇറങ്ങിയ മറിയക്കുട്ടിയമ്മ. ഈ മറിയക്കുട്ടിയമ്മ ചേട്ടത്തിക്ക് നമ്മുടെ KPCC വീട് നിർമ്മിച്ചു കൊടുക്കാന്ന് പറഞ്ഞത്. പലരും പറയുന്നു KPCC പറഞ്ഞ വാക്ക് പാലിക്കാറില്ല എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇതാ KPCC മറിയക്കുട്ടിയമ്മക്ക് വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നു. അടിമാലിയിലെ മറിയക്കുട്ടി ചാക്കോക്ക് KPCC നിർമ്മിച്ചു നൽകിയ ഭവനത്തിന്റെ താക്കോൽ പ്രസിഡന്റ് K സുധാകരൻ MP കൈമാറുന്നതിന്റെ ചിത്രമുണ്ട്. പിണറായിക്കെതിരെ മത്സരിക്കും മറിയക്കുട്ടി. വളരെ കൗതുകരമായ വാർത്തയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ മത്സരിക്കുമെന്ന് മറിയക്കുട്ടി നാട് കട്ടുമുടിച്ച് പെൻഷൻകാരുടെ ചട്ടിയിൽ പിണറായി മണ്ണ് വാരിയിട്ടു. പാവപ്പെട്ട യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതച്ചു. കുടുംബക്കാർക്ക് വേണ്ടി പിണറായി അഴിമതി ഭരണം നടത്തുകയാണെന്നും അവർ ആരോപിച്ചു. യഥാർത്ഥത്തിൽ മറിയക്കുട്ടി ചേട്ടത്തിയാണ് ഇപ്പോഴും താരം. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് വരെ മറിയക്കുട്ടി ചേട്ടത്തി ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സൂക്ഷിക്കണേ. തെരഞ്ഞെടുപ്പാണ്, എന്തും സംഭവിക്കാം. പിണറായിക്ക് പഴയ പോലുള്ള പിടിയൊക്കെ നഷ്ടപ്പെട്ട ഒരു കാലമാണ്. പിന്നെ ഏറ്റവും കൗതുകകരമായ മറ്റൊരു വാർത്തയാണ്, സ്മൃതി ഇറാനിയെ അപമാനിക്കരുത് രാഹുൽ ഗാന്ധി നന്നാവുകയാണ്. രാഹുൽ ഗാന്ധി പല ആൾക്കാർക്കെതിരെയും അപമാനകരമായ, നരേന്ദ്രമോദിയൊക്കെ നിരവധി തവണയാണ് ആക്ഷേപിച്ചത്. പക്ഷെ രാഹുൽ ഗാന്ധി പറയുകയാണ് സ്മൃതി ഇറാനിയെ, നമ്മുടെ അമേഠിയിൽ ഇത്തവണ പരാജയപ്പെട്ടതിന്റെ പേരിൽ സ്മൃതി ഇറാനിയെ അപമാനിക്കരുത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. നമുക്ക് കൈയടിക്കാം രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തെ. കാരണം ആ വാർത്ത ഇങ്ങനെയാണ്, സ്മൃതി ഇറാനിക്കും മറ്റു നേതാക്കൾക്കുമെതിരെ മോശം ഭാഷ ഉപയോഗിക്കരുത് എന്ന് പാർട്ടി പ്രവർത്തകരോട് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് കിഷോർലാൽ ശർമ്മ UPയിലെ അമേഠിയിൽ സ്മൃതിയെ തോൽപ്പിച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ അവരെ ഉന്നമിട്ടുള്ള ആക്ഷേപങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണിത്. ജയവും തോൽവിയും ജീവിതത്തിൽ സംഭവിക്കും. സ്മൃതിക്കോ മറ്റു നേതാക്കൾക്കോ എതിരെ മോശം ഭാഷ ഉപയോഗിക്കരുത്. ആളുകളെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് കരുത്തിന്റേതല്ല, ദൗർബല്യത്തിന്റെ ലക്ഷണമാണ്. രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. രാഹുൽ ഗാന്ധി പണ്ട് ചെയ്തതൊക്കെ രാഹുൽ ഗാന്ധി പിൻവലിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ഒരു മാനസാന്തരം വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാം. പിന്നീട് കുതിച്ച് പകർച്ചവ്യാധികളുണ്ട്. പ്രതിരോധമില്ലാതെ കേരളം. വിജിലൻസ് ഡയറക്ടർ TK വിനോദ് കുമാർ സ്വയം വിരമിക്കുന്ന വാർത്തയുണ്ട്. മറ്റേ എഡിറ്റോറിയൽ എന്താണെന്ന് വെച്ചാൽ, ഡിജിറ്റൽ യുഗത്തിന്റെ നവനിർമ്മിതി. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് AI കോൺക്ലേവ് നടന്നിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവ്, നിർമ്മിത ബുദ്ധി. അതിനെക്കുറിച്ചാണ്, അതിന്റെ സാധ്യതകളെ കുറിച്ചാണ് മനോരമ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അപ്പോ ഇത്രയുമാണ്. ഇനി ഉള്ളിലെ പേജിലുണ്ട് അദാനിയുണ്ട് ഉമ്മൻചാണ്ടിയില്ല. ഇതാണ് ഉള്ളിലെ പേജിലെ പ്രധാനപ്പെട്ട തലക്കെട്ട്. വിഴിഞ്ഞം പിണറായിയുടെ നന്ദി പട്ടിക എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം പിണറായി, അതായത് ഗോവിന്ദമാഷ് ഒരു ഭാഗത്ത് തെറ്റുതിരുത്തൽ നടത്തുമ്പോൾ ഒരു തെറ്റുതിരുത്തലുമില്ല, ഞാൻ എന്റെ ധാർഷ്ട്യം തുടരുമെന്ന് പിണറായി പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് നടന്ന ഈ പറയുന്ന കപ്പലിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ആ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ, അതായത് വിഴിഞ്ഞം നമുക്കൊക്കെ അറിയാം, വിഴിഞ്ഞം എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു പകൽ കൊണ്ടുണ്ടായ ഒരു നേട്ടമല്ല. നിരവധി മന്ത്രിസഭകൾ, നിരവധി മുഖ്യമന്ത്രിമാർ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പങ്ക് നമുക്ക് ആർക്കും വിസ്മരിക്കാനാവില്ല. ഉമ്മൻചാണ്ടി ഇതിനു വേണ്ടിയിട്ട് തറക്കല്ലിട്ട കാലത്തും അല്ലെങ്കിൽ ഇതിന്റെ പ്രാരംഭ നടപടികളൊക്കെ എടുത്ത കാലത്തും ഇതിനെതിരെ, അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ദേശാഭിമാനിയുടെ പലർക്കും ഓർമ്മയുണ്ടായിരിക്കും, ദേശാഭിമാനിയുടെ 1-ാം പേജ് 6000 കോടിയുടെ കടൽ കൊള്ള എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സഖാക്കൾ ഇവിടെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയത്. എന്നിട്ട് അവസാനം ഇതിന്റെ ഉദ്ഘാടനമായപ്പോൾ ഉമ്മൻചാണ്ടി പുറത്ത്. ആ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയൻ ഒരു വരി, ഈ പദ്ധതി, വിഴിഞ്ഞം പദ്ധതി ഈ രീതിയിലുള്ള ഒരു വിജയപ്രദമാകുമ്പോൾ ഇതിന് തുടക്കമിട്ടത് അങ്ങനെയാണല്ലോ. നമ്മളെല്ലാറ്റിന്റെയും കാരണക്കാരായ ആൾക്കാരെ അഭിനന്ദിക്കണമല്ലോ, ഓർമ്മിക്കണമല്ലോ. അതാണല്ലോ ഒരു മര്യാദ, അതാണല്ലോ ഒരു ജനാധിപത്യം, അതാണല്ലോ ഒരു മാനവികത. പിണറായിക്കെന്ന് ജനാധിപത്യം, പിണറായിക്കെന്ന് മാനവികത.
എല്ലാം പിണറായി. അവസാനം ഈ ക്യാപ്റ്റൻ ഒരു പടം കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പറയുന്ന ഷിപ്പിന്റെ മുന്നിൽ പിണറായി വിജയൻ ഇങ്ങനെ വിജയശ്രീ ലാളിതനായി നിൽക്കുന്ന ഒരു പടം പിണറായി എക്സിൽ ഇട്ട പടമാണ്. മുഖ്യമന്ത്രി എക്സിലല്ല ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രമാണിത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയുടെ മുന്നിൽ പ്രധാനമന്ത്രി പിണറായി വിജയൻ. താനാണ് ക്യാപ്റ്റൻ, ഇനി മുതൽ വിഴിഞ്ഞത്തിന്റെ ക്യാപ്റ്റനും ഞാനാണ് എന്ന് പറയുന്ന ഹുങ്ക്, അഹങ്കാരം, ധാർഷ്ട്യം അതാണ് കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാക്ക് പോലും ഉമ്മൻചാണ്ടിയെ പറ്റി പറഞ്ഞില്ല തന്റെ പ്രസംഗത്തിൽ. പോട്ടെ, വി.എസ്. അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞില്ല. ഒന്ന് നോക്കണം നിങ്ങൾ. സ്വന്തം പാർട്ടിയിലെ വിഴിഞ്ഞത്തിന് വേണ്ടി ഉമ്മൻചാണ്ടിയെ പോലെ വി.എസ്. അച്യുതാനന്ദനും പരിശ്രമിച്ചിരുന്നു. ഈ രണ്ടുപേരുടെ പേരും പറഞ്ഞില്ല. അപ്പോൾ പിണറായിയെ സംബന്ധിച്ചിടത്തോളം പിണറായി ഒരു തെറ്റുതിരുത്തലുമില്ല. ഗോവിന്ദ മാഷെ വെറുതെയാണ് നിങ്ങൾ ഈ പാർട്ടിയിലെ താഴെ തട്ടിലുള്ള ആൾക്കാരെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. പക്ഷെ പിണറായിയെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഈ മനുഷ്യൻ നന്നാവില്ല. തോറ്റ മാത്രമേ നന്നാവുള്ളൂ. കാരണം അതാണ് ഞാൻ ഈ രോഷം കൊള്ളുന്നത്. എന്താ വെച്ചാൽ ഇത് കേൾക്കുമ്പോൾ ആർക്കാണ് രോഷം വരാത്തത്? ഒരു സാമാന്യ മര്യാദയില്ലേ? അത് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഈ അദാനിയുണ്ട്, ഉമ്മൻചാണ്ടിയില്ല. പക്ഷെ അതിന്റെ അടുത്തൊരു തമാശയുണ്ടായി. നമ്മുടെ ഷംസീർ സാധാരണ നിയമസഭയിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രി എന്ത് തോന്നിയാസം ചെയ്താലും ഇതിനൊക്കെ ചൂട്ടുപിടിക്കുന്ന ആളാണ് ഷംസീർ. പക്ഷേ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. ഈ വിഴിഞ്ഞം പദ്ധതി വിജയിച്ചതിൽ ഉമ്മൻചാണ്ടിയോടുള്ള നന്ദിയും കടപ്പാടും സൂചിപ്പിച്ചുകൊണ്ട് ഷംസീർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. എന്ന് പറഞ്ഞാൽ ഷംസീറും പിണറായി വിജയനെതിരെ CPM-ൽ ഒരു പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞു എന്ന് ചെറിയാൻ ഫിലിപ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജി ശക്തിധരൻ ഇതിനെ കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. പല രാഷ്ട്രീയ നിരീക്ഷകരും ചിന്തിക്കുന്നതാണ്. പഴയ പോലെ വിഭാഗീയത തലവെക്കുകയാണ്. പണ്ട് VS-ന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പോലുള്ള ഒരു തിരുത്തൽ നടപടിക്രമങ്ങൾ ഇപ്പോൾ ജി സുധാകരന്റെ നേതൃത്വത്തിൽ, MA ബേബിയുടെ നേതൃത്വത്തിൽ, ഐസക്കിന്റെ നേതൃത്വത്തിൽ ഇതിനൊക്കെ നിശബ്ദരായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ശൈലജ ടീച്ചറുണ്ട്. അങ്ങനെ പാർട്ടിയിലെ വിവിധ ഘടകങ്ങളിൽപ്പെട്ട ആളുകളൊക്കെയുണ്ട്. വിവിധ ജില്ലാ സെക്രട്ടറിമാരുണ്ട്. ഷംസീറും നിലപാട് മാറ്റുകയാണ്. പിണറായിയുടെ എല്ലാ തോന്നിവാസത്തിനും ചൂട്ടുപിടിച്ച ഷംസീർ ഇനി മുതൽ നിലപാട് മാറ്റുകയാണ്. അല്ലെങ്കിൽ ഷംസീറിന് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ട കാര്യമില്ലല്ലോ. അതായത് ഇതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഈ പറയുന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാത്ത ഒരവസ്ഥ വന്നതിന് ശേഷമാണ് ഷംസീർ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇടുന്നത്. ഉമ്മൻചാണ്ടിക്ക് നന്ദി, ഉമ്മൻചാണ്ടിയെ നമ്മൾ സ്മരിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ പാർട്ടിയിൽ പിണറായിയുടെ പിടി അയയുകയാണ്. ഈ പറയുന്ന തിരുത്തൽവാദ ഗ്രൂപ്പുകൾക്കൊക്കെ പിന്തുണ ഏകിക്കൊണ്ട് യെച്ചൂരിയുണ്ട്, പ്രകാശ് കാരാട്ടുണ്ട്, കേന്ദ്ര നേതൃത്വമുണ്ട്. അപ്പോൾ പിണറായിയുടെ ഈ പറഞ്ഞ പരിപ്പ് പഴയ പോലെ ഇനി വേവില്ല. ഇനിയും മസിൽ പിടിച്ച് അമ്മാതിരി ഏർപ്പാടൊന്നും നമ്മളോട് വേണ്ട, അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട എന്ന് പിണറായിക്ക് സ്വയം പറഞ്ഞ് സായുജ്യം അടയുക എന്നുള്ളതല്ലാതെ ഒരു മനുഷ്യനും ഇനി പിണറായിയെ വില വെക്കാൻ പോകുന്നില്ല. അതാണ് ഈ തുടക്കം. അതിന്റെ ഒരു തുടക്കത്തിലെ വെട്ടിയാണ് ഷംസീർ പൊട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മനോരമ പറയുന്നത്. നമുക്കിനി കേരള കൗമുദിയിലേക്ക് കടക്കാം. കേരളമുദിയുടെ 1-ാം പേജാണിത്. കേരളമുദിയും ഏറ്റവും ടോപ്പ് വാറിൽ തന്നെ കൊടുത്തത് 2028 വിഴിഞ്ഞം 4-ാം ഘട്ടവും പൂർത്തിയാക്കും, 10,000 കോടി നിക്ഷേപം, 5,000 തൊഴിലവസരം എന്ന് പറയുന്നു. ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായി കേന്ദ്രം ആചരിക്കും എന്ന് പറയുന്ന വാർത്തയുണ്ട്. പിന്നെ മനോരമയിൽ ഇല്ലാത്ത ഒരു വാർത്ത ഏറ്റവും നന്നായി കൊടുത്തത് SNDP യോഗം പബ്ലിക് ചാരിറ്റി ട്രസ്റ്റ് ആണെന്ന ഉത്തരവിന് സുപ്രീം കോടതി സ്റ്റേ. നമ്മുടെ ജനറൽ സെക്രട്ടറിക്ക് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് അനുകൂലമായ ഒരു സുപ്രീം കോടതി ഉത്തരവാണ്. SNDP യോഗം പബ്ലിക് ചാരിറ്റി ട്രസ്റ്റ് ആണെന്ന ഉത്തരവിന് സുപ്രീം കോടതിയുടെ സ്റ്റേ. അതായത് ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ വെള്ളാപ്പള്ളിയുടെ ഹർജിയിൽ. ഇതാണ് 1-ാം പുറത്ത് കേരളമുദി കൊടുത്തിരിക്കുന്ന 1, 2, 3-ാമത്തെ പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന് കേജ്രിവാളിന് ED കേസിൽ ജാമ്യം, ജയിലിൽ തുടരുമെന്ന വാർത്ത സാമാന്യം ദൈർഘ്യത്തിൽ തന്നെ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അനന്തും രാധികയും വിവാഹിതരായി നമ്മുടെ അംബാനിയുടെ മകൻ, അംബാനി കുടുംബത്തിന്റെ ആഘോഷം. അനന്ത് അംബാനി 29 വയസ്സ്, രാധിക മർച്ചന്റ് 29 വയസ്സ്. വയസ്സൊക്കെ ഹെഡിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. ചെലവ് 2,700 കോടി രൂപയാണ് ഈ കല്യാണത്തിനുള്ള ചെലവ്. നമ്മുടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ആവശ്യമായ തുകയുടെ പകുതി തുകയ്ക്കാണ് അംബാനിയുടെ മകന്റെ കല്യാണം. ഏതായാലും സർക്കാരിന്റെ പൈസ എടുത്തിട്ടല്ല അംബാനി മകന്റെ കല്യാണം നടത്തുന്നത്. അംബാനി ബിസിനസ് നടത്തിയിട്ട് കാശുണ്ടാക്കിയിട്ടാണ് ഈ കാര്യം നടക്കുന്നത്. മറ്റൊന്ന് മെയിൻ സ്റ്റോറി, കേരളത്തിന്റെ മെയിൻ സ്റ്റോറി, ചെലവ് കുറച്ച് നികുതി പിരിച്ച് വരുമാനം കൂട്ടാൻ സർക്കാർ വരുമാനം കൂട്ടാൻ വേണ്ടി പോവുകയാണ് അത്രേ. PH സനൽകുമാറിന്റെ സ്റ്റോറിയാണ്. എത്രമാത്രം ഇത് വിജയപ്രദമാകുമെന്ന് നമുക്കറിയില്ല.
ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ മുടങ്ങുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ കണക്ക് നിരത്തുന്ന പതിവ് നിർത്തി സ്വന്തമായി കൂടുതൽ വരുമാനം കണ്ടെത്താൻ സർക്കാർ പദ്ധതി ചെലവ് കുറയ്ക്കും, നികുതി പിരിവ് ഊർജിതമാക്കും, ഒപ്പം സേവന നിരക്കും കൂട്ടും. സേവനങ്ങൾക്കുള്ള നിരക്കൊക്കെ കൂട്ടാൻ പോവുകയാണ്. അപ്പോഴും വയറ്റത്തടി ഈ പറയുന്ന സാധാരണ ജനങ്ങളുടെ തന്നെ സാധാരണ ജനങ്ങളോട് മുണ്ടുമുറുക്കി കൊടുക്കാൻ പറഞ്ഞു. ഇപ്പതാ വീണ്ടും സേവന നികുതി വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. അതായത് മുന്നിലുള്ള വഴികൾ പറയുന്നു. എന്താണ്? പാക്കേജോ ഇളവുകളോ ആയി കേന്ദ്രത്തിൽ നിന്ന് പണം തേടും. പിന്നെ IGST നേടിയെടുക്കുന്നതിലെ അലസത മാറ്റും. കർശന നടപടികളിലൂടെ നികുതി വരുമാനം കൂട്ടും. അത് നല്ല കാര്യമാണ്. അത് ചെയ്യേണ്ടതാണ്. പിന്നെ പറയുന്നു കിഫ്ബി തിരിച്ചടവിന് സാവകാശം തേടും. എന്നാലും പിന്നെയും തിരിച്ചടക്കേണ്ടതാണല്ലോ, അത് വലിയ കാര്യമൊന്നുമില്ല. ക്ഷേമ പെൻഷനുകൾ 3 മാസത്തിൽ ഒരിക്കലാക്കും. നല്ല കാര്യം തന്നെ. ക്ഷേമ പെൻഷനുകൾ മാസം തോറും 3 മാസത്തിൽ ഒരിക്കലാക്കാനുള്ള ഒരു പദ്ധതി, ജനവിരുദ്ധ പദ്ധതി. അത് തന്നെ. ജീവനക്കാരുടെ കുടിശ്ശിക സമയബന്ധിതമാക്കും. എങ്ങനെയാണെന്ന് ആർക്കറിയാം? മൊത്തം കുടിശ്ശിക 22,667 കോടി. ഇനം തിരിച്ചുള്ള കോടിയിൽ, അതായത് കുടിശ്ശിക ഇപ്പം കിടക്കുന്നത് കേരളം ഏതായാലും ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ ഒരു ഇൻഫോഗ്രാഫിക്സ് നൽകിയത് നന്നായി. സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ളത് 4,250 കോടി. സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ ഉള്ള കുടിശ്ശിക 4,250 കോടി. പെൻഷൻ പരിഷ്കരണം 600 കോടി. കരാറുകാർക്ക് കൊടുക്കാനുള്ളത് 2,500 കോടി. ലൈഫ് മിഷനിലെ 717 കോടി. ഖാദി, അങ്കണവാടി, സപ്ലൈകോ, വന്യജീവി ആക്രമണ ഇരകൾക്ക് കൊടുക്കാനുള്ളത് 1,600 കോടി. ജീവനക്കാർക്ക് DA 9,000 കോടി. ശമ്പള പരിഷ്കരണം 4,000 കോടി. ഇത്രയുമൊക്കെയാണ് കുടിശ്ശിക. ഇതൊക്കെ ഈ വരുമാനം കൂട്ടാൻ ഈ പറഞ്ഞ നടപടിക്രമങ്ങൾ കൊണ്ട് പറ്റുമോ എന്നുള്ളത് സംശയമാണ് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. കേരള കൗമുദിയുടെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് അഗ്നിവീറുകൾക്ക് നൽകുന്ന സംവരണത്തെക്കുറിച്ചാണ്. വാക്സിൻ ക്ഷാമം പരിഹരിക്കണം, അങ്ങനെ പതിവ് പോലെ 2 എഡിറ്റോറിയൽ ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഇഴയുന്ന വൈദ്യുത പദ്ധതികൾ വേഗത്തിലാക്കാൻ KSEB സ്ഥിതിഗതി ശ്രദ്ധയിൽപ്പെടുത്തിയത് കേരള കൗമുദി. PH സനൽകുമാറിന്റെ സ്റ്റോറി കൂടി ഉള്ളിലുണ്ട്. ബാസി പാങ്ങിലിന്റെ തൃശ്ശൂരിലുള്ള ലേഖകൻ, വളരെ മിടുക്കനായ ലേഖകനാണ് ബാസി പാങ്ങിലിന്റെ ഒരു സ്റ്റോറി. 5 വർഷത്തിനിടെ ജീവനൊടുക്കിയത് 36,213 പേർ. കേരളത്തിൽ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് വയലാർ പാടിയിരുന്നു. ഈ അമൂല്യമായ നമ്മുടെ ജീവൻ സ്വയം നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്ന ആ ക്രൂര കൃത്യം നടത്തിയത് 36,213 പേരാണ് 5 വർഷത്തിനിടെ ജീവനൊടുക്കിയത് എന്ന് പറയുന്നു. ആത്മഹത്യാ മുനമ്പായി കേരളം. ഇതാണ് ബാസി പാങ്ങിലിന്റെ വാർത്ത. മന്ത്രി വീണ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിൽ വധശ്രമ കേസ് പ്രതിയും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നല്ലോ, പത്തനംതിട്ടയില് കാപ്പ കേസ് ചുമത്തിയ പ്രതിയെ CPM വരവേറ്റു എന്ന്. അതിന്റെ പിന്നാലെ ഈ കഞ്ചാവ് കൈവശം വെച്ച ഒരാളും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് അടുത്ത ദിവസം നമ്മൾ മനസ്സിലാക്കി. ഇപ്പോഴാണ് മനസ്സിലാക്കിയിരുന്നത് ഒരു വധശ്രമ കേസ് പ്രതി മുങ്ങി നടക്കുകയായിരുന്നു. പോലീസിന് പോലും പിടികൊടുക്കാതെ മുങ്ങി നടന്നിരുന്ന ഒരു വധശ്രമ കേസ് പ്രതിയെ കൂടി ഈ പറയുന്ന സഖാക്കന്മാര്, ചെറിയ സഖാക്കളല്ല, മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ, അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രക്തഹാരമണിയിച്ച് നോക്കണം. ഇയാള് ആർക്കെതിരെ വധശ്രമമാണ് നോക്കണം? SFI. സ്വന്തം അണികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആളെയാണ് മാലയിട്ട് സ്വീകരിക്കുന്നത് നമ്മുടെ പാർട്ടി. എന്താ സഖാക്കളെ, എന്താ പറ്റി? എന്നിട്ട് പാർട്ടി സെക്രട്ടറി പറയുന്നത് എന്താണെന്ന് അറിയോ? ഞങ്ങൾ കോടതി പോയി ഞങ്ങൾ ഒത്തുതീർപ്പാക്കും, ഞങ്ങള് ഒന്നാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ആളും ഇതിന്റെ ഇരയും ചേർന്ന് കോടതിയിൽ പോയിട്ട് ഞങ്ങൾക്ക് തർക്കമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തീർപ്പാക്കും എന്നാണ് പറഞ്ഞത്. ദൈവമേ എന്ന് നമ്മൾ വിളിച്ചു പോകുന്നത് ഇപ്പോഴൊക്കെയാണ്. പിന്നെ കോവളം സതീഷ് കുമാറിന്റെ ഒരു നല്ല സ്റ്റോറി ഉള്ളിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് നമ്മുടെ നവകേരള ബസ് 1.25 കോടി ചെലവിട്ട് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ സഞ്ചരിച്ച ആ ബസിന്റെ സ്ഥിതി. ബസ് അവസാനം ബാലൻ സഖാവ് പറഞ്ഞിരുന്നു ഇത് കാഴ്ച ബംഗ്ലാവില് വെക്കാന്ന്. പക്ഷെ എന്തോ കാഴ്ച ബംഗ്ലാവില് വെച്ചില്ല. അതിന് പകരം ബസ് KSRTCക്ക് കൊടുത്ത് ഓടിക്കുകയാണ്. പക്ഷേ ആ ബസ്സിൽ കയറാൻ ആളില്ല. അങ്ങനെ ബസ് നിർത്തി വെച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് കോവളം സതീഷ് കുമാർ തരുന്നത്. നവകേരള ബസ് കോഴിക്കോട് തിരുവനന്തപുരം റൂട്ടിലേക്ക്, നേരത്തെ അത് കോഴിക്കോട് നിന്ന് എവിടെയാണ് ബംഗളൂരു കോഴിക്കോട് ആയിട്ടായിരുന്നു സർവീസ് നടത്തിയത്. അതിലാണ് കയറാൻ ആളില്ലാതിരുന്നത്. ഇപ്പോഴത് തിരുവനന്തപുരം കോഴിക്കോട് സർവീസാക്കി മാറ്റുകയാണ് അത്രേ. അതായത് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ നഷ്ടത്തിലോടുന്ന നവകേരള ബസ് സർവീസ് കോഴിക്കോട് തിരുവനന്തപുരം റൂട്ടിലേക്ക് മാറ്റാൻ ഗതാഗത വകുപ്പിൽ തീരുമാനമായിട്ടില്ല, ആലോചന. കാരണം കോവളം സതീഷ് കുമാർ ഇത്തരം ഭരണ രംഗത്തെ ഇത്തരത്തിലുള്ള ചിന്തകളെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ആലോചനകളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി ചോർത്താൻ അറിയുന്ന ഒരു വിദഗ്ധനായ മിടുക്കനായ റിപ്പോർട്ടറാണ്. അപ്പം കോവളം സതീഷ് കുമാറിന്റെ ഈ പറയുന്ന റിപ്പോർട്ട് തെറ്റാനിടയില്ല. അങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ട്. ഈ മാസം 1 മുതലുള്ള കണക്കെടുത്താൽ 7 മാത്രമാണ് ബസ് ലാഭത്തിൽ ഓടിയത്.
ഈ മാസം ഇന്ന് വരെ, ഇന്നിപ്പോ എത്രാം തീയതിയായി, 13-ാം തീയതിയായി, ഈ കഴിഞ്ഞ 12 ദിവസത്തിനുള്ളിൽ ബസ് ഓടിയത്, ലാഭകരമായി ഓടിയത് ഒറ്റ ദിവസം മാത്രമാണത്രേ. ഈ മാസം 1 മുതലുള്ള കണക്കെടുത്താൽ 7-ന് മാത്രമാണ്, 7-ാം തീയതി മാത്രമാണ് ബസ് ലാഭത്തിൽ ഓടിയത്. ആളില്ലാത്തതിനാൽ ബുധനും വ്യാഴവും സർവീസ് നടത്തിയില്ല. 2 ട്രിപ്പിലും യാത്രക്കാർ നിറഞ്ഞാൽ 62,000 രൂപ KSRTC കിട്ടും. അപ്പൊ 2 ട്രിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും യാത്രക്കാർ നിറഞ്ഞാൽ 62,000 രൂപ കലക്ഷൻ കിട്ടും. അതിൽ ചെലവ് 45,000 രൂപ ചെലവാകും. അങ്ങനെ ആയാൽ മാത്രമേ ഒരു 17,000 രൂപ ലാഭം ഉണ്ടാവുള്ളൂ. പക്ഷെ എന്താ സംഭവിച്ചത്? എന്നാൽ ഈ മാസം 40,000-ന് മുകളിൽ കളക്ഷൻ കിട്ടിയത് 2 ദിവസം മാത്രം. 2 ദിവസം മാത്രമാണ് അത്യാവശ്യം ഈ ചെലവെങ്കിലും ഒപ്പിച്ചു പോകുന്ന തരത്തിലുള്ള കളക്ഷൻ കിട്ടിയത് അത്രേ. ഇതാണ് നമ്മുടെ നവകേരള ബസിന്റെ സ്ഥിതി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കേരള കലാമണ്ഡലത്തിൽ ഇനി മാംസ ആഹാരവും. ഈ നമ്മുടെ ഈ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ, അതായത് കേരള കലാമണ്ഡലത്തിലെ പ്രത്യേക ശിക്ഷണം, അവിടുത്തെ ഉഴിച്ചില്, ധാര, ഈ പറയുന്ന പ്രത്യേക തരത്തിലുള്ള ജൈവിക കലകൾ പാരമ്പര്യ ചിട്ടയോടെ കുട്ടികൾക്ക് പരിശീലനം നേടുന്ന ഈ കലാമണ്ഡലത്തില് കഴിഞ്ഞ ദശകങ്ങളായി അവിടെ മാംസഭക്ഷണം അനുവദിച്ചിരുന്നില്ല. വലിയ വിപ്ലവമാണ് ഇപ്പൊ സഖാക്കൾ നടത്തുന്നത്. അവിടെ ചിക്കൻ ബിരിയാണി കൊടുക്കാൻ പോവുകയാണത്രേ. നമ്മുടെ ഗ്രാംപ്രകാശ് മാഷ്, നേരത്തെ കലാമണ്ഡലത്തിലെ രജിസ്ട്രാർ ആയിരുന്ന ഗ്രാംപ്രകാശ് മാഷ്, ഇടത് സഹയാത്രികനൊക്കെയാണ് കേട്ടോ. പക്ഷെ ഗ്രാംപ്രകാശ് മാഷ് പലപ്പോഴും സത്യം വിളിച്ച് പറയാറുണ്ട്. ഗ്രാംപ്രകാശ് മാഷ് പറഞ്ഞത് ശരിയല്ല. കുട്ടികൾ ഇങ്ങനെ വല്ല തോന്നിയാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നടപ്പാക്കേണ്ട ചുമതല കലാമണ്ഡലത്തിനില്ല, കാരണം ഇത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു. അതായത് കേരള കലാമണ്ഡലത്തിൽ ഇനി മാംസ ആഹാരവും ലഭിക്കും. ഇതുവരെയുള്ള രീതികൾ തിരുത്തി ബുധനാഴ്ച ചിക്കൻ ബിരിയാണി വിളമ്പി. ചരിത്രത്തിൽ ആദ്യമായാണ് ക്യാമ്പസിൽ നോൺ വെജ് ഭക്ഷണം അനുവദിച്ചത്. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഓർഡർ ചെയ്തു വരുത്തിയ ചിക്കൻ ബിരിയാണിയാണ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ മെസ്സിൽ വിളമ്പിയത്. 1930-ൽ സ്ഥാപിതമായ കലാമണ്ഡലത്തിൽ ഗുരുകുല സമ്പ്രദായത്തിലുള്ള പഠന രീതി പ്രകാരം സസ്യാഹാരം മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. ഇനി മുതൽ മാസത്തിലെ 2 ബുധനാഴ്ചകളിൽ ബിരിയാണിയും ഐസ്ക്രീമും വിതരണം ചെയ്യാനാണ് തീരുമാനം. സസ്യാഹാരം മാത്രം കഴിക്കുന്ന 25ഓളം വിദ്യാർത്ഥികൾക്ക് വെജിറ്റബിൾ ബിരിയാണിയും വിതരണം ചെയ്തു. അപ്പൊ എല്ലാരും നിർബന്ധിച്ചിട്ടില്ല ചിക്കൻ അടിക്കണമെന്ന്. അതെങ്കിലും നല്ല കാര്യം. സാധാരണ വിദ്യാലയങ്ങൾ എന്ന പോലെ കലാമണ്ഡലത്തെ കാണാനാകില്ലെന്നും ദൈവീക കലകൾ പഠിക്കുന്ന സ്ഥലമാണിതെന്നും ഒരു വിഭാഗം കലാകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ശരിയാണത്. കലാമണ്ഡലത്തിലെ പരിശീലനം നൽകുന്നത് ഇങ്ങനെ ചിക്കൻ ബിരിയാണിയും കഴിച്ചുകൊണ്ട് പരിശീലിക്കേണ്ട കലകളല്ല. അത് ദൈവീക സിദ്ധിയുള്ള, ദൈവത്തിന് വിരോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. വളരെ ജൈവികമായ, വളരെ പാരമ്പര്യത്തിൽ ഊന്നിയ ചിട്ടകളും നിഷ്ഠകളും ഒക്കെയുള്ള കലകളാണ് പഠിപ്പിക്കുന്നത്. അവിടെ ചവിട്ടിയുഴിയിലുണ്ട്, തിരുമ്മലുണ്ട്, ആയുർവേദ വിധിപ്രകാരമുള്ള ആരോഗ്യ പരിപാലന സംവിധാനങ്ങളോടൊക്കെയാണ് ചിട്ടയായ പഠനം നടത്തുന്നത്. അതിന്റെ ഇടയിൽ ചിക്കൻ ബിരിയാണി കയറി കഴിച്ചു കഴിഞ്ഞാൽ, ഇത് പണ്ട് നമ്മുടെ കലോത്സവത്തിൽ ചിക്കൻ ബിരിയാണി വിളമ്പണമെന്ന് ശിവൻകുട്ടി പണ്ട് പറഞ്ഞിരുന്നല്ലോ. നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകൻ അരുൺകുമാറിന്റെ ഒരു നിർദ്ദേശപ്രകാരം അവിടെ സസ്യഭക്ഷണമാണ്, ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കി അവസാനം മനസ്സിലായി അതത്ര സുഖകരമല്ല. ഈ കുട്ടികൾക്ക് ഭരതനാട്യം, മോഹിനിയാട്ടം ഒക്കെ കളിക്കാൻ പോകുന്ന കുട്ടികൾക്ക് തൊട്ട് മുമ്പ് ചിക്കൻ ബിരിയാണി കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളിയായിരിക്കും. അവസാനം അത് ശിവൻകുട്ടിക്ക് അവസാനമാണ് ബോധ്യപ്പെട്ടത്. അങ്ങനെ അത് പിൻവലിച്ചു. അങ്ങനെ അതൊക്കെയാണ് കേരളമുറി വാർത്തകൾ. ഇനി നമുക്ക് പോകുന്നത് മാതൃഭൂമിയുടെ 1-ാം പേജ് വിഴിഞ്ഞം ഡ്രീംസ് എന്നാണ്. വിഴിഞ്ഞം ഡ്രീംസ്, സ്വപ്നം എന്ന് പറയുന്നതിന് ഒരു ശക്തി പോരാത്തത് കൊണ്ടാണ് മാതൃഭൂമി തലക്കെട്ടിൽ ഡ്രീംസ് എന്ന്, വിഴിഞ്ഞം ഡ്രീംസ്. ഓക്കെ, അന്താരാഷ്ട്ര വാണിജ്യ രംഗത്ത് പ്രബല ശക്തിയാവും, അടുത്ത 3 ഘട്ടം 4 വർഷം കൊണ്ട് പൂർത്തിയാക്കും, വിഴിഞ്ഞം വികസനത്തിന് 5000 കോടിയുടെ പാക്കേജ് വേണം, അങ്ങനെയൊക്കെ പറയുന്ന മുഖ്യമന്ത്രിയുടെ പടം സഹിതമുള്ള വിശദമായ വാർത്ത. 7000 പേർക്ക് തൊഴിൽ, നീതി ആയോഗിന്റെ സൂചിക, കേരളം വീണ്ടും നമ്പർ 1 എന്ന് പറയുന്ന വാർത്തയുണ്ട്. വിജിലൻസ് ഡയറക്ടർ സ്വയം വിരമിക്കുന്നു. കേജ്രിവാളിന് ജാമ്യം, പക്ഷേ മോചനമില്ല. കലാമണ്ഡലം വിദ്യാർത്ഥികൾക്ക് ഇനി മാംസ ആഹാരവും. മാതൃഭൂമി 1-ാം പേജിൽ തന്നെ വാർത്ത കൊടുത്തിരിക്കുന്നു. കാലിക്കറ്റ് VC-യെ ഗവർണർ നിശ്ചയിച്ചു എന്ന് പറയുന്ന വാർത്ത. അങ്ങനെ ജൂൺ 25 ഭരണഘടനാ ഹത്യാദിനം. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വാർത്തകളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പതിവ് പോലെ മാതൃഭൂമി മറ്റു പത്രങ്ങൾ ഉള്ളിൽ കൊടുത്ത വാർത്ത പോലും മാതൃഭൂമി 1-ാം പേജിൽ കൊടുക്കുന്നു. കാരണം കണ്ടമാനം വാർത്തകൾ 1-ാം പേജിൽ കുത്തി നിറയ്ക്കുന്ന ആ ഒരു സംഭവം മാതൃഭൂമിക്കുള്ളത് കൊണ്ട് SNDP പൊതു ട്രസ്റ്റ് ആണെന്ന വിധി സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി ആ വാർത്ത കൂടി 1-ാം പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകളാൽ സമ്പന്നമായ മാതൃഭൂമിയുടെ 1-ാം പേജ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജൂൺ 25 സംവിധാന ഹത്യാ ദിനമായി ആചരിക്കാൻ കേന്ദ്രം വിജ്ഞാപനം ഇറങ്ങി. കാകദൃഷ്ടിയിൽ ഗോപീകൃഷ്ണൻ പറയുന്നത്, എങ്ങനെയുണ്ട് എന്റെ ബാലക് ബുദ്ധി എന്ന് പറയാണ്ട് രാഹുലിനെ കളിയാക്കിയതായിരുന്നല്ലോ നേരത്തെ മോദി. അപ്പോൾ ഇതൊരു ബാലക് ബുദ്ധി എന്നുള്ള രീതിയിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചടിക്കുകയാണ് ഗോപികൃഷ്ണൻ. ഇനി മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പറയുന്നത്, മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജ്
ജാഗ്രത വേണം പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത വേണം എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് മാതൃഭൂമിയുടെ ഉള്ളിലെ പേജുകൾ. നമുക്ക് ദേശാഭിമാനിയിലേക്ക് കിടക്കാം. ദേശാഭിമാനി കണ്ട ആരും ഞെട്ടരുത്. മുന്നറിയിപ്പോടെ ദേശാഭിമാനിയാണ്. യുഗാരംഭം, വിഴിഞ്ഞം, ഞങ്ങളുടെ വിഴിഞ്ഞം, സഖാക്കളുടെ വിഴിഞ്ഞം. ഈ പത്രം ഇങ്ങനെ കാണുന്നവരെ വർഷങ്ങൾ പോകുമ്പോൾ, ഞാൻ കൃത്യമായ തീയതി ഓർമ്മിക്കുന്നില്ല, ഉമ്മൻചാണ്ടിയുടെ ഒരു കാർട്ടൂണൊക്കെ വെച്ചിട്ട് വിഴിഞ്ഞം ലോക തട്ടിപ്പ്, ഭൂലോക തട്ടിപ്പ്, 6000 കോടിയുടെ അഴിമതി, ഭൂമിക്കൊള്ള, കടൽക്കൊള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ ദേശാഭിമാനി 1-ാം പേജ് ഇറക്കിയിരുന്നു. അതൊക്കെ മറന്നു. ഇപ്പൊ നമ്മള് ജയ് വിളിക്കുകയാണ് വിഴിഞ്ഞത്തിന്. എനിക്കൊന്ന് ഇന്നിറങ്ങിയ പത്രങ്ങളിൽ വെച്ചിട്ട് മുക്കാൽ പേജ് പ്രഖ്യാപിക്കുകയാണ് സഖാക്കൾ, വിഴിഞ്ഞം ഞങ്ങളുടേതാണ്, ഉമ്മൻചാണ്ടിക്ക് ഒരു പങ്കുമില്ല, VS-നും പങ്കില്ല, ആകെ ഒരാൾക്ക് മാത്രം. അതാണ് ദേശാഭിമാനി കൊട്ടിഘോഷിക്കുന്നത്. പിന്നെ സുസ്ഥിര വികസനം, കേരളം വീണ്ടും 1-ാമത്. എന്തായാലും ദേശാഭിമാനി 1-ാം പേജിൽ തന്നെ കൊടുക്കല്ലോ. പിന്നെ AI നയം ഈ സാമ്പത്തിക വർഷം മന്ത്രി P രാജീവ് എന്ന് പറയുന്നു. കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം, എല്ലാം ദേശാഭിമാനിക്ക് ഇഷ്ടമുള്ള വളരെ പോസിറ്റീവായ വാർത്തകൾ 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നു. ഇനി ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ കൂടി നമുക്കൊന്ന് നോക്കാം. എന്താണ് ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയത്? എഡിറ്റോറിയൽ പേജ് അല്ല, ഈ പറയുന്ന സെൻട്രൽ സ്പ്രെഡ് മുഴുവൻ വിഴിഞ്ഞത്തിന് വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ്. വിഴിഞ്ഞത്തിന്റെ വെടിപൊട്ടിക്കൽ, തൃശ്ശൂർ പൂരത്തിന്റെ അമിട്ടുകൂടി ഇത്ര, അല്ലെങ്കിൽ വെടിക്കെട്ട് കൂടി ഇത്രയും ഗംഭീരമാകില്ല. അങ്ങനെയാണ് ദേശാഭിമാനി ഈ വാർത്ത 1-ാം പേജിൽ മുക്കാൽ പേജ് സെൻട്രൽ സ്പ്രെഡ്, ഈ പറയുന്ന 6-7 പേജുകൾ മുഴുവനായിട്ട് തീരം തൊട്ടത് പുതുപ്രതീക്ഷ. സ്വാഭാവികമായും അതും വിഴിഞ്ഞം തന്നെ ആ രീതിയിലായിരുന്നു. കുത്തിത്തിരിപ്പുകാരെ കേരളം ഒന്നും മറക്കില്ല എന്ന് പറയുന്നത്. പണ്ട് കുത്തിത്തിരിപ്പ് നടത്തിയത് ആരാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇനി നമുക്കൊരു പത്രം കൂടി നോക്കാനുണ്ട്, മാധ്യമം. മാധ്യമം പതിവ് പോലെ വലിയ ഈ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ വളരെ കൃത്യമായി ഗൗരവമായി വാർത്തകൾ പറയുന്നു. വിഴിഞ്ഞം വിരിഞ്ഞു, തലക്കെട്ട്. കണ്ടെയ്നർ കപ്പലിന് ആവേശോജ്വല വരവേൽപ്പ്, 2028 വിഴിഞ്ഞം സമ്പൂർണ്ണ തുറമുഖമാക്കും. പിന്നെ ജയിൽ മോചനമായില്ല, കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം എന്ന് പറയുന്ന വാർത്ത ഇടതുഭാഗത്ത് കൊടുത്തത്. ജൂൺ 25 ഭരണഘടന ഹത്യാ ദിനം എന്ന് പറയുന്ന വാർത്തയുണ്ട്. വിജിലൻസ് ഡയറക്ടർ TK വിനോദ് കുമാർ സ്വയം വിരമിച്ച വാർത്തയുണ്ട്. സമഗ്ര AI നയം പ്രഖ്യാപിച്ച സർക്കാർ, 7 വർഷത്തിനിടെ നഷ്ടമായത് 16.45 ലക്ഷം തൊഴിൽ, നോട്ട് നിരോധനവും GSTയും വൻ തൊഴിൽ നഷ്ടമുണ്ടാക്കിയെന്ന് കേന്ദ്ര സർവേ എന്ന് പറയുന്നു. നീതി ആയോഗ് സൂചികയിൽ കുതിപ്പ് തുടർന്ന് കേരളം പറയുന്നു. സർക്കാർ പാനൽ ഈ കാലിക്കറ്റിൽ ഗവർണറുടെ വിസി. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ വലിയ ഈ കസർത്തൊന്നും കളിക്കാതെ മാധ്യമം 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നു. ഇനി മാധ്യമത്തിലെ എഡിറ്റോറിയൽ കൂടി പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ അവലോകനം അവസാനിപ്പിക്കാം. തിരുത്തും പ്രയോഗവും എന്നുള്ളതാണ് മാധ്യമത്തിന്റെ തലക്കെട്ട്. എന്താണ് അപ്പൊ തിരുത്തും പ്രയോഗവും? കേരള സർക്കാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച തിരുത്തുകൾ പൊതുവിൽ സ്വാഗതാർഹമാണെങ്കിലും അവയുടെ പ്രയോഗം എങ്ങനെയെന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, തിരുത്തും എന്നൊക്കെ പറയുമെങ്കിലും, അതായത് ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ പോകുന്നു, അത് കൊടുക്കാൻ പോകുന്നു, ഇത് കൊടുക്കാൻ പോകുന്നു ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെ? അതാണ് ഇവിടെ കേരളവന്തി ആയിരുന്നല്ലോ പറഞ്ഞത്. ഈ സേവന നികുതി നിരക്കുകളൊക്കെ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. ഈ പറയുന്ന പദ്ധതി ചെലവ് വെട്ടിച്ചുരുക്കാൻ വേണ്ടി പോവുകയാണ്. നികുതി പിരിവ് ഊർജിതമാക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെയാണ് വരുമാനം സംഭരിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ അതൊന്നും ഒട്ടും കാര്യക്ഷമമല്ല എന്ന് കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പത്ര അവലോകനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.